ചെടിയൊന്ന്, പൂവിൻ്റെ നിറം ഓരോ ദിവസവും ഓരോന്നും. നിറത്തിനനുസരിച്ച് ഓരോ ദിവസത്തിൻ്റെ പേരാണ് പൂവിന്. കണ്ണൂർ പുഷ്പോത്സവത്തിൽ കണ്ണൂർ ഫ്ലവേഴ്സ് എന്ന നഴ്സറികളുടെ കൂട്ടായ്മയാണ് വ്യത്യസ്തതകൾ നിറച്ച് കയ്യടി നേടിയത്. ഇത് നമ്മുടെ അലങ്കാരങ്ങളായിട്ട് ചെറിയ തൈകൾ വലുത് നമുക്ക് വലിയ മരങ്ങളാക്കിയിട്ടും പ്രൂൺ ചെയ്ത് ശരിയായിട്ടുള്ള ചെറിയ ചട്ടികളിലാക്കിയിട്ട് നിലനിർത്താം. ഇതിൽ ഈ പൂക്കൾ ഇത് പൂവല്ല, ഇലകളാണ്. ഈ ഇലകൾ ഈ വൈറ്റ് നമ്മുടെ ഡിസംബറിൽ എല്ലാ ഗ്രീൻ ലീവ്സും പോയിട്ട് ജസ്റ്റ് ഫുൾ വൈറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഡിസംബർ ലേഡി എന്ന് പറയുന്നത്. അതിനുശേഷം ഗ്രാജുവലി നമ്മൾ ഈ വൈറ്റ് പോയിട്ട് ഒരു ഏപ്രിൽ ആകുമ്പോഴേക്ക് ഫുൾ പച്ച നിറമുള്ള ഇലകളായിട്ട് മാറും. വീണ്ടും നമ്മുടെ ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്ക് വീണ്ടും വെള്ള ഈ ഇലകളായിട്ട് മാറിയിട്ട് ഡിസംബറിലാകുമ്പോഴേക്ക് ഒറ്റ പച്ച ഇലകൾ പോലും ഇതിന് ലഭ്യമായിരിക്കില്ല. അതുകൊണ്ടാണ് ഡിസംബർ ലേഡി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ വളർത്താൻ പറ്റുന്ന ചെടിയാണ്. നല്ല വെയിലാണ് ഇതിനാവശ്യം. വെയിലിനനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. കണ്ണൂർ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 10 പൂക്കൃഷിക്കാരുടെ കൂട്ടായ്മയാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെടികളെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ വാട്സാപ്പ് നമ്പറുകളിലേക്ക് അവർക്ക് ചെടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ അത് പരിഹരിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളും അവരെ ചെടികളുടെ ഫോട്ടോ ഇട്ടാൽ എന്തുകൊണ്ടാണ് അതിന് ഇത് വരുന്നതിനുള്ള കാര്യങ്ങളും വെച്ചു കൊടുക്കുന്നതാണ്. വേറൊരു ചെടിയാണ് നമ്മൾ പരിചയപ്പെടുന്ന എസ്റ്റർഡേ ടുഡേ ടുമോറോ അല്ലെങ്കിൽ സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്ന് പറയുന്ന ചെടി. അത് ഒരു പൂവാണ് 3 ദിവസം 3 കളറായിട്ട് മാറുന്നത്. ഈ ഫസ്റ്റ് നമ്മുടെ ഈ വയലറ്റ് കളറായിട്ടാണ് വരുന്നത്. അതിനുശേഷം നമ്മുടെ ലാവൻഡർ കളറായിട്ട് ഇത് മാറും. ലാവൻഡർ കളറായിട്ട് മാറും. പിന്നെ അവസാനം പ്യുവർ വൈറ്റായിട്ട് അവസാനമായിട്ടാണ് പോകുന്നത്. അത് 3 ദിവസം തന്നെയാണെങ്കിലും ചിലപ്പോൾ ഒരു പൂവ് തന്നെ 1-2 ദിവസത്തോളം ആ കളറിൽ നിൽക്കും. അതിനുശേഷം വീണ്ടും മാറ്റും. അതായത് ഏറ്റവും അവസാനം വയലറ്റിൽ തുടങ്ങി വെള്ളയിൽ അവസാനിക്കും. പൂകൃഷിക്കാരുടെ ഒരു കൂട്ടായ്മ അല്ലേ? നമ്മൾ എടക്കാട് ബ്ലോക്കിലുള്ള ഒരു 10 പൂകൃഷിക്കാരുടെ കൂട്ടായ്മ. നമ്മൾ എന്താണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങാൻ? കഴിഞ്ഞ വർഷം ഒരു ഫ്ലോറി വില്ലേജ് എന്ന് പറഞ്ഞില്ല ഹോർട്ടികോപ്പിൻ്റെ പദ്ധതി അതിൽ പെട്ടിരിക്കുന്ന അതിൽ 150ഓളം ഒരു സൊസൈറ്റി അതിലുള്ള എടക്കാട് ബ്ലോക്കിലുള്ള നമ്മളൊരു 10 കർഷകർ. അത് വ്യത്യസ്ത പൂക്കളുള്ള ചിലർ ബൊഗൈൻവില്ല വളർത്തുന്നവരായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ ഇതിലാണെന്ന് പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഞാൻ ഇമ്പോർട്ടൻസ് ചെയ്യും. ബാക്കി ചെടികൾ ഇല്ലയെന്നല്ല, അങ്ങനെയുള്ളവർ നമ്മൾ ചെയ്തിട്ട് അപ്പോൾ നമ്മളിപ്പം ഉത്സവ സ്ഥലങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഈ ദിനേശിൻ്റെ ഇത് ചെയ്ത സമയത്തൊക്കെ ഞങ്ങൾ ചെടികൾ സ്റ്റാളുകളിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഫ്ലവർ ഷോൻ്റെ ഇതിൽ ചെയ്യുന്നുണ്ട്. ബാക്കി ആവശ്യക്കാർക്ക് ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെടി നമ്മളെല്ലാവരും പൂക്കൃഷിക്കാരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. വേറെ ഇത് ഈ മെലസ്റ്റോം ഇതൊക്കെ ഓൾറെഡി ഇന്ന് പിന്നെ ഒരു പുതിയ വെറൈറ്റിയാണ് സാർ ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. റെപ്സീല എന്ന് പറയുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇലകൾ കണ്ടോ, ഈ ഇലകൾ നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് റെഡായിട്ട് മാറിയിട്ട് അതിൻ്റെ കൂടെ ഇതിൻ്റെ സൈഡിൽ കുറച്ച് ബീഡ്സ് വരുന്നുണ്ട്. ഇതുപോലെ ആ ലീവ്സിൻ്റെ 2 സൈഡുകൾ ഇതുപോലെ ബീഡ്സ് വരും. അപ്പോൾ ആ ബീഡ്സും ഈ ബ്രൈറ്റ് റെഡ് കഴിഞ്ഞ് നമ്മൾ രാത്രി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സിൽ നല്ല സൂപ്പർ ഷൈനിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് അവിടെ കിട്ടും. നമ്മളെ ഇപ്പോൾ ഏറ്റവും പുതിയ തരത്തിലുള്ള ഹൈബ്രിഡ് വെറൈറ്റി ബൊഗൺവില്ലകളുണ്ട്. അതിൽ ഈ വർഷത്തെ ഇറങ്ങിയത് ഇതാണ് സൺഷൈൻ ഗോൾഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ചെടി. ഇവിടെ ഈ ആണ് നിർത്തി വെച്ചിരിക്കുന്നത്. അതാണ് ഈ വർഷം ഇറങ്ങിയത്. മറ്റേ ബാക്കിയുള്ള അതെല്ലാം ഫയർ ഓപ്പാല് അങ്ങനെയുള്ള എല്ലാ പഴയ മുന്നേ ഇറങ്ങിയ എല്ലാ ഹൈബ്രിഡ് വെറൈറ്റി ഇതും സാധാരണ ബൊഗൺവില്ലകളും നമ്മളിലുണ്ട്. കൂടാതെ ഇതാണ് നമ്മൾ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റാളിൽ പ്രത്യേകമായിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു ചെടിയിലാണ് 9 വെറൈറ്റി ബൊഗൺവില്ല പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണിത്. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഇതിനകത്ത് 9 വെറൈറ്റി ഒറ്റ ചെടിയിലാണ്. ഇനി വീണ്ടും വേണമെങ്കിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഈ ചെടികൾ ഇതിനകത്തേക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ 9 വെറൈറ്റീൻ്റെ ചെടികളുടെ പുതിയ ചെടികൾ വേറെ ഉണ്ടാക്കാനും പറ്റും. ഇതാണ് ആന്തൂറിയം എന്ന് പറയുന്ന ചെടികളാണിത്. ഇതിൽ നമുക്ക് ഇൻഡോർ ആയിട്ടുള്ളത് ഇപ്പം മുന്നേ ഔട്ട്ഡോർ ആയിട്ട് മാത്രം ഇപ്പം നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് ആന്തൂറിയം ഇത് നമ്മുടെ വീടുകളിൽ വളർത്തും. കൂടാതെ ഇപ്പോഴേ നമ്മൾ ഈ ജന്മദിനാഘോഷങ്ങളിലും വലിയ റിട്ടേൺ സമയത്തൊക്കെ ഗിഫ്റ്റ് ഇതായിട്ട് നമ്മൾ ആ പാക്കിങ് നടത്തുന്നുണ്ട്. നമ്മൾ ഇപ്പോഴെല്ലാവരുടെയും ട്രെൻഡ് മാറിയിട്ടുള്ളത് നമ്മൾ കേക്ക് മറ്റേതൊക്കെ അല്ലെങ്കിൽ മറ്റേത് കൊടുക്കുന്നതിന് പകരം വിശേഷ അവസരങ്ങളിൽ സമ്മാനമായിട്ട് നമുക്ക് ചെടികൾ നൽകുന്നത് അതിന് കൊടുക്കുന്നത് നമ്മൾ ഗിഫ്റ്റ് പാക്കിംഗ് ആയിട്ട് തന്നെ നമ്മളിത് കൊടുക്കുന്നുണ്ട്. ആന്തൂറിയം പറഞ്ഞിട്ടുണ്ട് 300 മുതൽ 400-450 വരെയാണ് ചെടികൾ. ഈ ഇൻഡോർ വെറൈറ്റീസ് ആയിട്ട് വരുന്ന മിനിയേച്ചർ വെറൈറ്റികൾക്ക് 300 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഇതുപോലെ നമ്മൾ പെട്ടെന്ന് തന്നെ നല്ല കൂടുതൽ പരിചരണം ഇല്ലാതെ നമുക്ക് കൂടുതൽ ചെടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ചെടികളാണ് ഈ ആന്തൂറിയം എന്ന് പറയുന്നത്. അതിൻ്റെ വിവിധ കളറുകൾ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ തന്നെ നമ്മളൊരു 15ഓളം കളർ ഉണ്ടായിരുന്നു. ഇനി കുറച്ച് കളറുകൾ അവൈലബിൾ ആയിട്ട് ബാക്കിയുള്ളൂ.
അതിൻ്റെ വലിയ ഇത് നമുക്ക് ഔട്ട്ഡോറായിട്ട് വളർത്താം. ഇതിലൊന്നും കാര്യമായിട്ട് മണ്ണെല്ലാം ആവശ്യമുള്ള നമ്മളെ മറ്റ് ഇതാണ് നമ്മൾ പോട്ടിംഗ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ കർഷകരൊക്കെ വലിയ പ്രതിസന്ധിയിലാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ്? അതാണ് അതുകൊണ്ടാണ് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മുമ്പിനെ കൊടുത്തില്ല, നമ്മൾ ഉപയോഗപ്പെടുത്തിയാണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ റിട്ടയർമെൻറ്റ് ഇപ്പം അവർ സാധാരണ ഒരു സമ്മാനമൊക്കെ കൊടുക്കുന്നത് റിട്ടയർമെൻറ്റ് ചെയ്യുന്ന ആൾ. നമ്മളിപ്പോൾ ഞാനൊരു റിട്ടയർഡ് കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരനാണ്, ഉദ്യോഗസ്ഥനായിരുന്നു. അതിന് മുന്നേ കൃഷിയോട് താല്പര്യമുണ്ട്, നമ്മളപ്പോൾ കൃഷി ചെയ്തില്ല. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഓഫീസിലുള്ള എല്ലാവർക്കും ഞാൻ ഓരോ ചെടിയാണ് സമ്മാനിച്ചത്. അതുപോലെ തന്നെ അത് മാർക്കറ്റിംഗ് ആയിട്ട് ഇപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്യുന്നവർ അവർക്ക് പകരം കൊടുക്കുന്ന അവരുടെ മെമ്മോറി ചെയ്യുന്ന ഒരു ഇൻഡോർ പ്ലാന്റിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇൻഡോർ പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ അത് അവരുടെ ഓർമ്മ എപ്പോഴും ആ ചെടി അവിടെ ഉണ്ടാവും. അങ്ങനെ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾക്കിപ്പോൾ ബർത്ത്ഡേ പറഞ്ഞില്ലേ പാർട്ടികൾ അല്ലെങ്കിൽ ആനിവേഴ്സറി പാർട്ടികൾക്കൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് വിവിധ ചെടികൾ അങ്ങനെ നമ്മളത് ചെയ്തിട്ട് നമ്മൾ തന്നെ കൊടുക്കണം. അവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിച്ചു കൊടുത്തിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നത്. എൻ്റെ പേര് പറഞ്ഞു? എൻ്റെ പേര് സന്തോഷ് എന്നാണ്. ഞാൻ ഒരു ഗവൺമെൻറ്റിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തതാണ്. ഈ നിങ്ങളുടെ ഇത് എവിടെയാ സ്റ്റാൾ എവിടെയാ? സ്റ്റാളായിട്ട് നമ്മളിപ്പോഴും ഇതിലുള്ളത് മധുക്കോത്ത് വലിയ നമ്മുടെ ഹോളി ഫെയ്ത്തിൻ്റെ പോകുന്ന വലിയന്നൂർ എയർപോർട്ട് റോഡിൽ വലിയന്നൂർ മധുക്കോത്ത് എത്തുന്നതിന് മുന്നേ ഇടത് സൈഡിൽ അവിടെയാണ് താൽക്കാലിക സെറ്റ്. എന്തോ ഞാൻ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ അതിലാണ് നഴ്സറികളായിട്ട് അവരുടെ കയ്യിലാണത്. അപ്പോൾ നമ്മളിത് വരുമ്പോൾ നമ്മളെല്ലാവരും ചേർന്നിട്ട് ആ ചെടികൾ അവിടെ, അതുകൊണ്ടാണ് നമ്മുടെ ഈ നമ്പറുകളിൽ ഫ്ലവർ ഷോ ഒക്കെ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറും. അനുഗ്രഹമാണ്. ഫ്ലവർ ഷോയിൽ നമുക്ക് ഇഷ്ടം പോലെ ചെടികൾ വിറ്റഴിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ വർഷത്തെ ഫ്ലവർ ഷോ, കഴിഞ്ഞ വർഷം നമ്മൾ ഇതിലുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ വർഷത്തേക്കാൾ അതിൻ്റെ ഇരട്ടിയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഉണ്ടായിരുന്നത്. അന്ന് പ്രതികരണം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കുറച്ചായിരുന്നു. ഇപ്പോൾ ഈ ആദ്യത്തെ ദിവസം തൊട്ടിട്ട് നല്ല പ്രതികരണം, പ്രത്യേകിച്ച് ഈ ശനി ഞായർ ദിവസങ്ങളിലും ഇന്നലെയും ഇന്നുമായിട്ട് നല്ല ജനപ്രവാഹമാണ് ഇതുള്ളത്. നല്ല കൃഷിയുടെ ഒരു ആഭിമുഖ്യം വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കൃഷിയുടെ നമ്മളിപ്പം പഴയ പരമ്പരാഗത കൃഷി രീതികളിൽ നിന്ന് മാറിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് പലരും പിന്നെ സാധാരണയായിട്ട് പറയുന്ന ഒരു പ്രധാനം, നിങ്ങൾ ഈ ഫ്ലവർ ഷോയിലൊക്കെ വാങ്ങുന്ന ചെടികൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിച്ചിട്ട് നന്നാക്കാൻ പറ്റുന്നതാണ്. അതിനുള്ള പരിഹാരം കൂടിയായിട്ടാണ് അവർക്ക് നമ്മൾ ചെടികൾ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പരിചരണ മാർഗ്ഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കൂടാതെ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് അത് പിന്നെ 2 പേരുടെ നമ്പറാണ് കൊടുത്തിട്ടുണ്ട്. അവർ പ്രത്യേക തരം ചെടികളാണ് വളർത്തുമെങ്കിൽ പോലെ ഈ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് അവർ ചോദിക്കുന്ന സംശയമുള്ള ചെടികൾ വളർത്തുന്നവരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് നമ്മൾ 1-2 ദിവസത്തിനുള്ളിൽ അവർക്ക് വാട്സപ്പിൽ അവർക്ക് മറുപടി കൊടുക്കുന്നത്. വൈവിധ്യവൽക്കരണമാണ് ഇന്ന് എല്ലാ മേഖലയിലും നടന്നു വരുന്നത്. കാർഷിക മേഖലയിലും വേണം വൈവിധ്യവൽക്കരണം. ആ വൈവിധ്യവൽക്കരണമാണ് ഇങ്ങനെ പൂക്കളായും ചെടികളായും നമുക്ക് മുന്നിലുള്ളത്. കണ്ണൂർ പുഷ്പോത്സവ നഗരിയിലെത്തിയാൽ ഇത്തരത്തിലുള്ള അനേകം വൈവിധ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. പുഷ്പോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.